വൈദേഹിയെ കൊണ്ടുപോവാൻ വിടില്ല ഞാൻ മൂടാ നിശാചര. ഇതെന്താണ് പുറത്ത് വേറൊരു പുരാണ നാടകം? അല്ലേ എന്താ? ഞങ്ങൾക്ക് സുന്ദര കല്യാണി ഒന്ന് കാണണം. ഇത് എന്താ എന്താ കാര്യം പറ. നേരിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനാ. ഓ മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ഇങ്ങോട്ട് വാ. ലാടന്മാരുടെ സെറ്റാ. നമ്മൾ നാടകം ആദ്യമായിട്ട് ബുക്ക് ചെയ്യാൻ വന്നിരിക്കുക. കരിങ്കൊലുങ്ങ രസായനത്തിന്റെ പൂത്താശുവര വല്ലണ്ടാം തീർത്തിലും ചെന്ന് കളിക്കാനായിരിക്കൂ. പിന്നെ നിന്റെ കുടുംബ പേരൊക്കെ പറഞ്ഞിട്ട് റേറ്റ് കുറയ്ക്കാനുള്ള ശ്രമ. പൊന്നും മോനെ കാശ് കുറയ്ക്കല്ലേ. ഇതിനെ പിടിച്ചോ. ആരാ എന്താ തിരക്കിയത്? കില്ലാടി കുടുംബത്തിലെ സുന്ദരൻ കില്ലാടി തന്നെ അല്ലേ? അതെ. എന്താ കാര്യം? ഇങ്ങോട്ട് വന്നിട്ട് കാര്യമൊക്കെ പറയാം. വന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് എല്ലാം പറയാം. കാര്യം പറഞ്ഞു. അങ്ങോട്ട് അങ്ങോട്ട് കാലില് വീണോണ്ടൊന്നും റേറ്റ് കുറയ്ക്കൂല. 107 കിലോമീറ്റർ കാൽനടയായി വന്നവരാ ഞങ്ങള്. കിനാവൂർ എന്ന ദേശത്തെ സ്വപ്നഭൂമി എന്ന് പറയുന്ന ഗ്രാമത്തിൽപ്പെട്ടവരാ. അവിടെ 403 കുടുംബങ്ങളുണ്ട്. അതിൽപ്പെട്ട 12,000-ൽ പരം മനുഷ്യര് ഈ ലോകത്തിലെ ഒരേ ഒരാളുടെ കാരുണ്യത്തിന് വേണ്ടി കാത്തിരിക്കുക. കാരുണ്യോ? ആരുടെ കാരുണ്യത്തിന്റെ കാര്യം? ഈ നിൽക്കുന്ന സുന്ദരകില്ലാടിയുടെ കാരുണ്യം തന്നെ. ഞങ്ങളുടെ സ്വപ്നഭൂമി വെള്ളമില്ല. വർഷങ്ങളായിട്ട് ഞങ്ങൾ വെള്ളം കുടിച്ചിരുന്നത് സൈരന്ത്രി നദിന്നാണ്. സൈരന്ത്രി ഡാമിന്റെ പണി കഴിഞ്ഞപ്പോ കാവേരിയുടെ കൈവഴിയായ ഞങ്ങളുടെ സൈരന്ത്രി നദിയുടെ ഗതി റിസർവോയിലൂടെ തിരിച്ചുവിട്ടു. അങ്ങനെ ഞങ്ങളുടെ സ്വപ്നഭൂമി മരുഭൂമിയാകുക. സംഭാവന എന്ന് പറഞ്ഞാ ഞങ്ങളും ആകെ ടൈറ്റിലാണേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കിനി നാക്ക് നനയ്ക്കാൻ പോലും വെള്ളമില്ലാത്ത ഒരു അവസ്ഥയാണ് വരാൻ പോണത്. സർക്കാർ ഏതാണ്ടൊക്കെ പറയണ്ട്. ഒരു ഫലവും ഇവിടുന്ന് ഞങ്ങളെ കൈവിടരുത്. ഹായ്, അതിലിപ്പോ ഞാനെന്ത് ചെയ്യാനാ? അത് കൊള്ളാം. പാതാള ദേവതമാരെ ഉപാസിച്ച് ഭൂമിക്കടിയിലെ 300 കോടി നീർപ്പെരുമാറ്റങ്ങളുടെ കൈയും കണക്കും മനപ്പാടമാക്കിയ വേദവരം കില്ലാടി കുടുംബത്തെ ഇളവറക്കാരനാണ് ഞങ്ങളോട് ഇങ്ങനെ ചോദിക്കുന്നത്. മാമൂല് പ്രകാരം കിണർ കുത്താൻ വിധിച്ചിട്ടില്ലാത്ത ഭൂമിയാണ് ഞങ്ങളുടേത്. പക്ഷെ വെള്ളം മുട്ടി മരിക്കാൻ പോകുമ്പോ ഞങ്ങള് മാമൂല് നോക്കിയിരുന്നാൽ എങ്ങനെയാ? ഇതിനകം പലരെയും കൊണ്ടുവന്ന് കിണർ കുത്താൻ പല സ്ഥലത്തും ശ്രമിച്ചു നോക്കി, ഫലിച്ചില്ല. ശ്രീകണ്ഠൻ കില്ലാടി ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിന്റെ ഒരു മകനെ ഇപ്പോഴേ ഉള്ളൂ എന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞു. എങ്ങനെയെങ്കിലും ഈ കിണർന്ന് കുത്തി തന്നെങ്കിൽ. അയ്യോ, ഞാനോ? എനിക്ക് കിണറിന്റെ ABCD പോലും കുത്താൻ അറിയില്ല. കിണർ കുത്തുന്ന പാരമ്പര്യമൊക്കെ അച്ഛനപ്പന്മാരോട് തീർന്നു. ഞങ്ങൾ ആരും ഒന്നും പഠിച്ചിട്ടില്ല. കില്ലാടി കുടുംബത്തിലെ ഒരു കുട്ടി മുട്ടുസൂചിയിട്ട് നിലത്തൊരു കുത്തു കുത്തിയാൽ മതി ജലദേവത ഭരണകുംഭം ഉയർത്താൻ എന്നാ വിശ്വാസം. അതൊക്കെ പഴയ വിശ്വാസങ്ങളല്ലേ. ഇപ്പോഴതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? കില്ലാടി ഞങ്ങളെ ഉപേക്ഷിക്കരുത്. വേഗം അഭയ. ഞാൻ ചെയ്യാം, പക്ഷെ എനിക്കൊന്ന് ആലോചിക്കണം. അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ഞാനിപ്പോ വരാം. ഇപ്പൊ വരാം. ഒന്ന് മാറി. നിക്ക്. പിന്നെ രാമായണാണ് നാടകം. രാപ്പകല് ജോലിയാ. പറഞ്ഞ തുക കൂടെ സമ്മതിച്ചോ? അതല്ല വാസുണ്ണ, ഞാനിപ്പോ അവരുടെ നാട്ടിൽ ചെന്ന് അവർക്ക് വേണ്ടി ഒരു കിണറ് കുത്തിക്കൊടുക്കണോന്ന്. കിണറോ? അപ്പൊ നാടകം കളിക്കണ്ടേ? അല്ലെന്നേ, കാശ് കൊണ്ട് വിടുന്നില്ല. അവർക്കിപ്പോ എന്നെ വേദപുരം കില്ലാടിയായിട്ട് അവരുടെ നാട്ടിൽ കൊണ്ട് എന്നെ കൊണ്ടൊരു കിണർ കുത്തിക്കണം. ചെലക്കാണ്ട് പോകാൻ പറയടാ. എവിടെ പോകാൻ? അവന്മാരെന്റെ ചുറ്റും കൂടി വെറുതെ പേടിപ്പിക്കാം, വെറുതെ റൗണ്ട് ചെയ്യാന്ന്. അങ്ങനെയാണ് നീ ഒരു കാര്യം ചെയ്യ്. നിന്റെ അപ്പൂപ്പൻ ശങ്കു അലുവാങ്കു ആ പാതാള കൈ എടുത്ത് അങ്ങോട്ട് ചെന്നോട്. ഇവിടെ അവന്മാരെ പറഞ്ഞു വിടാൻ ഒരു വഴിയുണ്ട്. നമ്മുടെ നാട്ടിൽ കിണർ കുഴിക്കാൻ ഒരു കോലിന് 250 രൂപ മറ്റാണ്. നീ ലോകത്തെങ്ങും ഇല്ലാത്ത എടുത്താ പോകാത്ത ഒരു റേറ്റ് പറ. അവന്മാരെ അപ്പ തന്നെ സ്ഥലം വിട്ടോളൂ. അത് ശരിയാ, അത് ആലോചിക്കാവുന്ന കാര്യമാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഒഴിയാൻ പറയുന്ന റേറ്റ് അല്ലേ. നമ്മൾ എന്തിനാണ് കുറയ്ക്കുന്നത്? നീ ഒരു കാര്യം ചെയ്യ്, ഇതിൽ പിടിച്ചോ. അപ്പൊ പൊക്കോളും. പൊയ്ക്കോളും. ഞാൻ എന്റെ കൂട്ടുകാരെ കേട്ടൊന്ന് ആലോചിക്കായിരുന്നു. പിന്നെ നിങ്ങൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു സൽക്കർമ്മ നിലയില് നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ബാബാ, ഒരു സൽക്കർമ്മ നിലയില് എനിക്ക് ഈ പണി ഏറ്റാ കൊള്ളാന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ എന്റെ ഇപ്പോഴത്തെ പ്രശ്നം അതല്ലല്ലോ. ഇരിക്കും ഉള്ള സ്ഥലം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പൊ എന്താ പറഞ്ഞതെന്ന് വെച്ചാല്, ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത് ഈ സംഗീതവും നാടകവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട. ഭാഗ്യത്തിന് ഇക്കൊല്ലം റിഹേഴ്സൽ തുടങ്ങിയപ്പോ തന്നെ ഒരു 14 ബുക്കിംഗ് കിട്ടി. 14 നാടകത്തിന്റെ അഡ്വാൻസും വാങ്ങി. എല്ലാം കൂടി നല്ലൊരു തുകയുണ്ട്. ഏകദേശം ഒരു 10-40,000 ഉറപ്പിക്കാം. ഈ അഡ്വാൻസ് എല്ലാം തിരിച്ചു കൊടുത്ത് ഇത്രയും നാടകം കളഞ്ഞിട്ട് വേണം ഞാൻ ഈ പണിയെ കേൾക്കാൻ. കൂടെ സഹകരിച്ചിരുന്നവരെ പട്ടിണിക്ക് എറിഞ്ഞു കൊടുത്തിട്ട് എനിക്ക് നിങ്ങളുടെ കൂടെ വരാൻ പറ്റുമോ? അയ്യോ, എന്ത് വെച്ചാൽ കിണർ കുടിക്കില്ലെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. അതെന്റെ കുലത്തൊഴിലാണ്, എന്റെ ചോറണേ.
പിന്നെ ഈ നാട്ടു നിരപ്പനുസരിച്ച് ഇപ്പോ കിണർ ഒഴിക്കുന്നതിന് ഒരു കോലിന് ഏകദേശം 250-300 രൂപ ഉണ്ടെന്നൊക്കെ കേൾക്കണത്. പിന്നെ എന്റെ ഇപ്പോഴത്തെ അവസ്ഥയില് ഈ നഷ്ടം നേട്ടാൻ വേണ്ടിട്ട് ഒരു കോലിന് 2500 രൂപ വെച്ച് എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ പറ്റുമോ? ചോദിക്കാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് ഒരു കോലിന് 2500 രൂപ വെച്ച് എനിക്ക് തന്നെ സഹായിക്കാമെങ്കിൽ നമുക്ക് നിങ്ങളുടെ ഉറപ്പിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് പിരിയാം. എന്താ വേണ്ടെന്ന് വെച്ച് നിങ്ങളോട് തീരുമാനിക്കാം. ഒരു കോലിന് 2500 രൂപ വെച്ചുള്ള കരാറ് ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. ഇതാ 10,000 രൂപ അഡ്വാൻസ്. ആ പിന്നെ കിണറിന്റെ പണി ഈ വരുന്ന പൗർണമിക്ക് തന്നെ തുടങ്ങണം. ഈ തിങ്കളാഴ്ച പൗർണമി. വേണ്ട സന്നാഹങ്ങളുമായിട്ട് കില്ലാടി ഞായറാഴ്ച രാവിലെ തന്നെ എത്തണം. എല്ലാം ഒരുക്കി ഞങ്ങൾ സ്വപ്നഭൂമിക്കാർ കാത്തിരിക്കും. ഒരു കോല് കിണർ കുത്തുന്നതിന് ലോകത്തെങ്ങും ഇല്ലാത്ത 2500 രൂപ റേറ്റ് പറഞ്ഞൊഴിയാൻ നോക്കിയതാ. പക്ഷെ അവരത് ഉറപ്പിച്ചു. എനിക്ക് അഡ്വാൻസ് തന്നു 10,000 രൂപ. എന്നിട്ട് അവര് പോയോ? അവര് തിരിച്ചു കൊടുക്ക. തിരിച്ചു കൊടുക്ക എന്തിന്? പിന്നല്ലാതെ ഇവന് കിണർ കുത്തറിയാമോ? അവിടെ പോയിട്ട് എന്തോ നീനാ? ഏതോ കടല് കുത്തുന്ന കാര്യമില്ലല്ലോ, ചെറിയൊരു കിണർ കുത്തുന്ന കാര്യമില്ലേ? അതിന് ആകാശത്തിന് വേണം അഡ്വാൻസ് അവിടെ തിരിച്ചു കൊടുക്കാം. വേണ്ടാത്ത വയ്യാവേലി ചെന്നൊന്നും ചാടരുത്. ഇത് അവനെ കൊണ്ട് തിരിച്ചു കൊടുപ്പിക്കേ. അയ്യോ, അങ്ങനെ കാശില്ലാതെ വിഷമിച്ചിരിക്കണ അമ്മയും കണ്ടിട്ടാ രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇത് ഞാൻ മടക്കി കൊടുക്കില്ല. ആ അങ്ങനെ പിടിക്കേണ്ട അടുത്ത് പിടി. ഈ മുറുക്കാൻ പിടി. ഞാൻ അമ്മയെ കണ്ടിട്ട് വരട്ടെ. ഈ നാശം പിടിച്ച സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാൻ ഇതേ ഒരൊറ്റ മാർഗമുള്ളൂ. ഇവിടെ തന്നെ കുഴിക്കുന്ന കടുംപിടുത്തം പിടിച്ചോ, എന്നാ നമുക്ക് രക്ഷപ്പെടാം. വാസന പറ പണി നോക്കണം. 17 അല്ല 17,000 പേരോട് ചത്ത് കിടപ്പുണ്ടെങ്കിലും ഞാൻ അവിടെ കുഴിക്കൂ. അത് ഉറപ്പാ. മറ്റെവിടെയെങ്കിലും കിണറിന് സ്ഥാനം നോക്കണെങ്കിലേ മറ്റേതെങ്കിലും മേസ്തിരെ കൊണ്ടുവന്നോ. ഞാനില്ല. പിള്ളേര് കളിയാണെന്ന് വിചാരിച്ചേ രാത്രി മുഴുവൻ ഉറക്കം ഉളച്ചിരുന്ന് ശാസ്ത്രം അത്ര മനപ്പാടമാക്കി ഏകാഗ്രതയോടെ സ്ഥാനം കുറിച്ച് ചിലരുടെ കാര്യ ഈ സ്ഥാനം മാറ്റി ഞാൻ വേറെ സ്ഥലത്ത് മണ്ണ് മാന്തിയ ഞാൻ വേറെ സ്ഥലത്ത് മണ്ണ് മാന്തിയാലേ പൂർവികളുടെ ആത്മാക്കൾ പോലും എന്നോട് പൊറുക്കില്ല. വലിച്ചേ വേഗം പറയണം. ഈ സ്ഥാനത്ത് കുഴിക്കാനാണെങ്കിൽ മരണത്തെ പോലും ഭയപ്പെടാതെ ഞാൻ റെഡി. അല്ലെങ്കിൽ വേറെ ആളെ നോക്കിക്കോട്ടാ. ഒരു കാരണവശാലും യുവമാരെ ഇവിടുന്ന് വിടരുത്. സ്ട്രോങ് ആയിട്ട് നിന്നോ. ഈ കാര്യം പറഞ്ഞിട്ട് അഡ്വാൻസ് തിരിച്ചു കൊടുക്കാതിരിക്കുക. വേഗം തീരുമാനം പറ. ഞാനിവിടെ കുഴിക്കണോ അതോ ഇവിടുന്ന് പോണോന്ന്? സുന്ദരകില്ലാടി ഇവിടുന്ന് തിരികെ പോയാൽ പിന്നെ ഒരിക്കലും നമുക്കിവിടെ ഒരു കിണറുണ്ടാവില്ല. അതുകൊണ്ട് ശകുനം നോക്കി അതനുസരിച്ചുള്ള തീരുമാനമെടുക്കാം. വെള്ളച്ചാമി, ശകുനം എന്താണെന്ന് നോക്ക്. കുടുങ്ങിയോ? എവിടെ കുടുങ്ങാൻ? യുവമാരൊക്കെ പേടിച്ചു തൂറുകളല്ലേ. നമ്മൾ രക്ഷപ്പെട്ടെന്നേ. നാദവഴിയേ ചൊല്ല്. എന്തുവാ വാസുണ്ണ ഇതൊക്കെ? ഭ്രാന്ത് പിന്നെന്ത്? ആണസുരം, പെണ്ണ് ദേവം. നാദവഴിയാണ് ചൊല്ല്. ആദ്യം കേൾക്കുന്ന ശബ്ദം നാദം ഏത് വഴിക്കാണെന്ന് നോക്കുക. ആ ദിക്കിൽ നിന്ന് വരുന്നതാണ് ശകുനം. ആൺവർഗത്തിൽപ്പെട്ടതാണ് വരുന്നതെങ്കിൽ അസുരം. കിണറവിടെ കുഴിക്കേണ്ട, സുന്ദരകില്ലാടിക്ക് പോകാം. ഇനി പെൺവർഗത്തിൽപ്പെട്ടതാണ് വരുന്നതെങ്കിൽ പെണ്ണ് ദേവം. സുന്ദരകില്ലാടിയുടെ വാദമാണ് ശരി. കിണർ അവിടെ തന്നെ കുഴിക്കാം, തടസ്സമില്ല. മൗനമായി നിൽക്കുക. ഇനി വരുന്ന ശബ്ദം ഏത് വഴിക്കാണെന്ന് ശ്രദ്ധിക്കണം. ആ ദിക്ക്, ആ വഴി വരുന്നതാണ് നമ്മുടെ ശകുനം. ആ വഴിന്ന് ആൺവർഗത്തിൽപ്പെട്ട ഒരു മുട്ടനാടെങ്കിലും വന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. പെണ്ണാടാണെങ്കിൽ കുടുങ്ങിയില്ലേ? ഒരു പൂവങ്കോയായാ മതിയായിരുന്നു. ഉറപ്പിച്ച സ്ഥാനത്ത് തന്നെ കിണർ കുത്താനാ നിമിത്തം പറയുന്നത്. ആരാടാ പ്രദീപ? അവൾക്ക് വരാൻ കണ്ട നേരമേ മാറി.
ഇത് ദേവയാനി, ദേവൂന്ന് വിളിക്കും. സോമാജി വൈദ്യരുടെ വളർത്തുമകളാണ്. ഊരു ചുറ്റി മരുന്ന് വിൽപ്പനയും കഴിഞ്ഞ് അച്ഛനും മകളും കൂടെ ഗ്രാമത്തിലേക്ക് വരാൻ കണ്ട സമയം അസലായി. അതും പതിവില്ലാണ്ട് ദേവു കയറി മുമ്പിലങ്ങ് നടന്നു. ഇനിയിപ്പോ കില്ലാടി ഗണിച്ച സ്ഥലത്ത് തന്നെ കിണർ പണി തുടങ്ങാം. നല്ല നിമിത്തവുമായി ഞാൻ വന്നു. എന്നിട്ടും കിണർ കുത്തിക്ക് എന്താ ഒരു പേടി? അവന്റെ പേര് കിണർ കുത്തി എന്നല്ല, പിന്നെ പ്രേമചന്ദ്ര സുന്ദര കില്ലാടി. ഓഹോ, എന്തുവാ? പ്രേമചന്ദ്ര സുന്ദര കിണർ കുത്തി. ആരുടെ തമാശ കേട്ടോ? ദേവയാനിയുടെ തമാശ കേട്ടോ? ഈ തമാശയ്ക്ക് പകരം ഈ കിണർ കുത്തി 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 ആദ്യത്തെ കുടം വെള്ളം എടുക്കുമ്പോ ഈ തമാശ ഇവിടെ തലയിലേക്ക് വെച്ച് തരാം. അതും വെച്ചോണ്ട് ഇവിടെ കിടന്ന് ഇങ്ങനെ തമാശ തമ്പുരാട്ട് കിടന്ന് ആടണം ഒരു ദേവയാന. മണ്ണളക്കുള്ള ഭൂമിയാ. ഇനി കുഴിക്കുന്നതിന് മുമ്പ് അരഞ്ഞാണം കെട്ടാൻ കട്ടൻ സിമെന്റ് കൊണ്ടുപോവാ. മണ്ണ് കോരി മാറ്റാനും ആരെങ്കിലും ഒക്കെ വേണം. കേട്ടില്ലേ? കട്ടൻ സിമെന്റ് വേണം, മണ്ണ് മാറ്റാൻ ആളും. ആ കിണർ പണിയെ സ്വപ്നഭൂമി ആരെയും കിട്ടില്ല. ചെയ്യാനുള്ള 4 പേരോടങ്ങ് ചെയ്തു. എന്തേ? ആ ഭാഗത്തായതുകൊണ്ട് ഉത്തരവാദിത്തം കില്ലാടിയൊന്നും ഏറ്റെടുത്താൽ മതി. ഞങ്ങളെ കൊണ്ട് പറ്റില്ല. പറ്റില്ലെങ്കിൽ കിണറിന്റെ പണിയും വേണ്ട. വെള്ളം വരുമ്പോ എല്ലാവർക്കും കൂടി കോരി മോന്തി കുടിക്കാം, കുളിക്കാം. ഒരു ചുമട് മണ്ണ് എടുക്കാൻ പറഞ്ഞത് പറ്റില്ല. ഇതെന്തിനായോ? എവിടത്തിനായോ? ന്യായം പറയുന്നു വേണ്ട. രാജ്യത്തിന്റെ അത് റേറ്റ് കയറ്റി കച്ചവടം ഉറപ്പിച്ചപ്പോ ഇക്കാര്യം പറയാൻ നാക്ക് എവിടെ പോയി? നാക്ക് വായില്. എല്ലായിടത്തുള്ള കീഴൊഴുക്കാതെ. ഞാൻ വേറെ സ്ഥലത്താണ് സ്ഥാനം കണ്ടിരുന്നെങ്കിൽ എല്ലാവരും ഉത്സാഹിച്ചോട് വരുമായിരുന്നല്ലോ. ഇപ്പൊ എവിടെയാണെന്ന് അറിഞ്ഞപ്പോ സ്വപ്നഭൂമിയിലെ മീശു കൊമ്പന്മാരും കൂടെ പേടിച്ചു ഇല്ലേ? എനിക്ക് ആളെ കിട്ടണം, എന്നാലും പണി നടക്കൂ. ഒറ്ററിന് പണിക്ക് പോരുത്. വേറെ സ്ഥാനത്ത് കിണർ ഒഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞവനാ ഇവൻ. ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഒഴിയാൻ നോക്കുവാണ്. ഇവിടുന്ന് ആരും പണിക്ക് വരില്ല. പേടി പേടി പേടിയാണെന്ന് പറ. പണ്ട് തഹസിൽദാരി പോലീസിനെ കൊണ്ടുവന്നപ്പോ ചൂല് പോലെ ചെന്നല്ലോ 17 ആൾക്കാര്. ഇപ്പൊ എല്ലാവർക്കും പേടി, സർവത്ര പേടി. അങ്ങനെ നിങ്ങൾ ആരും പേടിച്ചിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. വല്ലോടത്തുനിന്ന് വന്ന ഞാൻ ഒരുത്തൻ ഈ നാടിന് വേണ്ടി ചാവാൻ തയ്യാറായെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചാവാം. വാ, ചാവാൻ തന്നെ വിളിക്കുന്നേ. നമുക്ക് ഒരുമിച്ച് ചാവാം. അല്ലെങ്കിൽ വേണ്ട, നിമിത്തം നോക്കാം. നിമിത്തം നോക്കാം. ഉടുക്കെടുക്ക്. മണ്ണ് വഴിയേ സൊല്ലേ. ഈ മണ്ണ് വലത്തോട്ട് വീണ് കഴിഞ്ഞാൽ ആരും പണിക്ക് വരണ്ട. ഇടത്തോട്ട് വീണാൽ പണിക്ക് വരണം. എടുത്തോട്ട് വീണു. പണിക്കുക. മണ്ണ് വഴി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വെട്ടി നുറുക്കി കൊന്നാലും എനിക്ക് മനസ്സില്ല. ഒറ്റയ്ക്ക് അവിടെ കിടന്ന് പണിയാൻ എനിക്ക് മനസ്സില്ല. ഒരുപാട് പേരൊന്നും വേണ്ട. ചങ്കിന് ഉറപ്പുള്ള ഒരാളെങ്കിലും ഉണ്ട് ഈ നാട്ടില്, ഒരാളെങ്കിലും. എന്നാലേ കിണർ ഞാൻ പണിയൂ. എടാ പ്രേമ, നമുക്ക് 1 മുതൽ 10 വരെ എണ്ണാം. അതിനുള്ളിൽ ആരും വന്നില്ലേ നമുക്കങ്ങ് പോവാം. അവരെന്തുവേണം ചെയ്തോട്ടെ. 1 2 3 4 5 6 പകരിക്കൂലമ്മ ഒരുത്തന് വരല്ലേ? 7 ഒന്ന് മാറുന്നേ. സാരല്ലപ്പാ, സാരല്ല. അവളിതേ പിന്നെ 4 ഇത് എവിടെ ഇറക്കണ്ടേ? എന്റെ നെഞ്ചത്തോട്ട്. അത് ശരി, അത്രയ്ക്ക് സങ്കടായല്ലേ? അപ്പൊ ആരും വരില്ലെന്നായിരുന്നു ആശ. പറ, എവിടെ ഇറക്കണ്ടേ? വാസോണ്ണ പിടിച്ചു താഴ്ത്തിറക്ക്. നിക്ക്. കൂലി പറഞ്ഞിട്ട് ഇറക്കാം. കൂലിയോ? ആ, ഒരു ചുമട് ഇഷ്ടിക ഇറക്കാൻ 500 രൂപ, ഒരു കോല് മണ്ണ് മാറ്റാൻ 500 രൂപ. അയ്യാ, ഒരു കോലി കോപ്രായം വേണ്ട. പുതിയ പ്രശ്നമാക്കാനും നോക്കണ്ട. കൂലി വാങ്ങാൻ പഠിച്ചാ പോരാ, കൊടുക്കാനും പഠിക്കണം. നിങ്ങൾ ചോദിച്ച കൂലി ന്യായാണെങ്കിൽ ഞാൻ ചോദിച്ച കൂലി ന്യായം തന്നെയാ. ഇറക്കിക്കോട്ടെ. വാസോണ്ണ എവിടെയെങ്കിലും ഇറക്കി വെക്കി. മോളി തിരി. മെല്ലെ.